ഇന്ന് ഒരു കാർ വാഷിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. കാർ വാഷിനായിട്ട് പ്രത്യേകം ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. എൻ്റെ കാറിന് ഓട്ടോമാറ്റിക്കലി പേ ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് കാർ അവിടെ കൊണ്ട് നിർത്തി കഴിയുമ്പോഴേക്കും കാറിൻ്റെ നമ്പർ പ്ലേറ്റ് തിരിച്ചറിഞ്ഞ് ഈ ഗേറ്റ് തന്നെ തുറക്കുന്നതാണ്. ഇനിയിപ്പോൾ പതുക്കെ മുന്നോട്ട് പോകാം. ഈ കാണുന്നതിൻ്റെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകണം. അപ്പം അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പതുക്കെ നീങ്ങിയാൽ മതി. താഴെ കാണുന്ന ഒരു സ്ഥലമല്ലേ, അതിൽ ആ റെയിൽ പോലത്തെ ഇതിലേക്ക് ഇടത്തെ ടയർ കയറി ഇടത്തെ ടയറിലെ കൊണ്ട് തള്ളിക്കൊണ്ടാണ് കാർ വാഷ് തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ അയാൾ പറഞ്ഞതനുസരിച്ച് സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കൈ എടുക്കണം, ബ്രേക്കിൽ നിന്ന് കാലെടുക്കണം, പിന്നെ ന്യൂട്രലിടണം. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷീൻ നമ്മൾ കാറിന് മുന്നോട്ട് തള്ളിക്കൊണ്ട് പോയിക്കോളൂ. ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം വെള്ളം ഒഴിക്കും, പിന്നെ സോപ്പ്, പിന്നെ ബ്രഷ്, അങ്ങനെയുള്ള കുറേ കലാപരിപാടികളൊക്കെ നടത്തി അവസാനം വെള്ളം ചീറ്റിച്ച് ക്ലീനാക്കി. അത് കഴിഞ്ഞിട്ട് കാറ്റ് അടിച്ച് വെള്ളവും തെറിപ്പിച്ച് കളയും കാറിൽ. ഇത് ടച്ചുള്ള കാറാണ്, ടച്ച് ഫ്രീ അല്ല. ഈ ബ്രഷ് കാരണം ബ്രഷ് ഇങ്ങനെ ഉരഞ്ഞ് ചിലപ്പോൾ കാറിൽ ചെറുതായിട്ട് ഇങ്ങനെ പാട് വരാൻ സാധ്യതയുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. പക്ഷേ ചെളി നല്ലതുപോലെ പോയിക്കോളും എന്ന് തോന്നുന്നു. പിന്നെ അത്ര ടച്ചില്ലാത്ത കാർ വാഷ് ഉണ്ട്. ടച്ചില്ലാത്ത കാർ വാഷിനേക്കാളും വിലക്കുറവാണ് ഇങ്ങനെയുള്ള കാർ വാഷിൽ. മന്ത്ലി ഞാൻ പേ ചെയ്യുന്നത് ഏകദേശം $32 എങ്ങാണ്ടാണ്. ആ ഒരു റേഞ്ചിലാണ് മന്ത്ലി വാഷിൻ്റെ പ്ലാനുള്ളത്. എല്ലാ ദിവസവും വന്ന് എനിക്ക് വാഷ് ചെയ്യാം. 30 ദിവസത്തേക്ക് കാറ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലീനാവും. ഇതിൻ്റെ സൈഡിലുള്ള 2 സൈഡിലുമുള്ള ബ്ലോവർ വെച്ചിട്ടാണ് വെള്ളത്തുള്ളികളൊക്കെ തെറിപ്പിച്ച് കളയും. അങ്ങനെ കുറച്ചൊക്കെ വെള്ളത്തുള്ളികൾ ബാക്കി കിടപ്പുണ്ടാവും. പിന്നെ മുമ്പിൽ കാണുന്ന ചുവന്ന ലൈറ്റ് കണ്ടില്ല, ചുവന്ന ലൈറ്റ് മാറി പച്ച ലൈറ്റിലേക്ക് തെളിയും. താഴെയുള്ള പച്ച ലൈറ്റ് തെളിയും. അപ്പം പതുക്കെ നമുക്ക് ന്യൂട്രലിൽ നിന്ന് ഡ്രൈവിലേക്ക് മാറ്റിയിട്ട് ഇപ്പം പോകാൻ പറ്റും. സ്മെൽ is from the soap, detergent soap. ഈ കാണുന്ന അതാണ് വാക്യൂം മെഷീൻ ഫ്രീ ആണ്. ഇതിൻ്റെ ഒപ്പം തന്നെയുള്ള ഇതാണ്. പിന്നെ ഗാർബേജ് അതിൻ്റെ അകത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്.